പറഞ്ഞു പോകാത്ത ചേച്ച മറന്നു പോകുന്നൊക്കെ ഇത് പിടിച്ചു കഴിച്ചാൽ കിട്ടുന്നില്ല. എന്താ ഞാനിവിടെ ഒരു മാജിക്കും കാണിച്ചില്ല, ഇവര് കൊണ്ടുവന്ന ക്ലാസ്സാ. ഇവിടെ ഞാൻ ഒന്നും ഒരു മാജിക്കും ഇല്ല. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഇങ്ങനെ കൈവച്ചു, ഇങ്ങനെ കൈവച്ചു, ഇങ്ങനെ കൈവച്ചു. ഇവിടെ നടക്കുന്നത് ഞാൻ കൈ അമർത്തിയിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ഒരു ചെറിയ പണിയെടുത്തിട്ടുണ്ട്. ഇവിടെ എന്റെ കൈ 4 ഭാഗം അമർത്തിയിട്ട് ഈ 2 വിരൽ താഴോട്ട്, അപ്പോ ഉള്ളം കൈ മേലോട്ട് വരും, ഉള്ളം കൈ മാത്രം. അപ്പൊ അവിടെ ചെറിയൊരു വാക്വം ഉണ്ടായി. ആ വാക്വത്തിന്റെ കരുത്താകൊണ്ടാണ് ഇത് കയ്യിൽ നിൽക്കുന്നത്. മനസ്സിലായോ? ഇത് വേറെ അത്ഭുതമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് കുക്കിംഗ് ക്ലാസ് പഠിക്കണ്ട. സ്റ്റീലിന്റെ ഗ്ലാസ് വായിൽ അമർത്തി ഉള്ളിലേക്ക് വെച്ചാൽ ടൈറ്റ് ആവില്ലേ? അത് തന്നെ സംഭവം. മനസ്സിലായില്ലേ? ഈ വാക്വം നിങ്ങളുടെ തലയിൽ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ചോദ്യം. ചോദ്യം ചോദിക്കുന്ന മക്കളാവുക. എന്താണ്, എങ്ങനെയാണ് എന്ന് ചോദ്യം ചോദിക്കുക. ചോദ്യം ചോദിച്ച് ഉത്തരങ്ങൾ അന്വേഷിക്കലാണ് നിങ്ങളുടെ പണി. പക്ഷെ നിങ്ങൾ ഉത്തരം പഠിക്കാൻ വേണ്ടി വന്നിട്ടാണ് നിങ്ങൾ ഉത്തരം പഠിക്കാൻ ഒരു ശല്യമായി തീരുകയും നിങ്ങളുടെ മനസ്സ് മറ്റു പലരും വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത്. നിങ്ങളെ നിയന്ത്രിക്കുന്നവർ, ഡ്രൈവർ നിങ്ങളാണ്. ഈ ജീവിതം നമുക്കൊന്നല്ലേ ഉള്ളൂ. അടുത്ത ജന്മത്തിൽ നല്ലോണം പഠിക്കാൻ വിചാരിച്ച് നടക്കുമോ? ഈ കിട്ടിയ ജീവിതം രസകരമാക്കണം, മനസ്സ് വലുതാക്കണം, പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കണം. അല്ലാതെ കുറെ തിന്നാ കിടന്നുറങ്ങാ മക്കളെ ഉണ്ടാക്കുക, കക്കൂസ് പോവുക. ഈ പണി എടുക്കാനല്ല നിങ്ങള് മനുഷ്യരായത്. ചിരിക്കുക, ചിന്തിക്കുക, പാട്ടുപാടുക, സ്നേഹിക്കുക, കഥ പറയുക, ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ കണ്ടെത്തുക, മനസ്സ് വിശാലമാക്കുക. അത്തരത്തിൽ മനസ്സ് വിശാലമാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ മൃഗങ്ങളെ പോലെ ആരെങ്കിലും തിന്നുന്ന കണ്ടിട്ട് തിന്നിട്ടാണ് നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഇത് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ മനുഷ്യത്വം, നിങ്ങളുടെ സെൻസർ ബോർഡ് കട്ടാവും. സെൻസർ ബോർഡ് കട്ടാവും. ഇതിലെ പോകണമെന്ന വിചാരം, പക്ഷെ അതിലെ പോകാൻ അവരെ ചാരി കൊണ്ടുപോകും. അതാ മദ്യപിച്ചവരിൽ പാമ്പാവുന്നത്, നിലത്ത് വീഴുന്നത്, ആരോടൊക്കെ തോന്നിയാസം പറയുന്നത്. മനുഷ്യന്റെ ബോധം, അവനവനെ നിയന്ത്രിക്കുന്ന ബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ മനുഷ്യരല്ല. അതുകൊണ്ട് എല്ലാ ലഹരിയും മനുഷ്യത്വത്തെ നശിപ്പിക്കുന്നതാണ്, ഇബ്ലീസിനെയും കലിയെയും ചെറുത്താനെയും വളർത്തുന്നതാണ്. അതുകൊണ്ട് ലഹരിക്കെതിരെ ജയപ്രകാശ് നാരായണൻ എന്ന പേരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്വിതീയമായ നേതൃത്വം കൊടുത്ത ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു ജയപ്രകാശ് നാരായണൻ. ആ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് അടിയന്തരാവസ്ഥ നടന്നപ്പോ ആ അടിയന്തരാവസ്ഥക്കെതിരായി രൂക്ഷമായ സമരങ്ങൾ നടന്നു. ഒട്ടനേകം പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ജയപ്രകാശ് നാരായണൻ. ഇന്ത്യ കണ്ട അറിഞ്ഞ ഏറ്റവും നല്ല ഒരു രാജ്യസ്നേഹിയും ഒരു മനുഷ്യസ്നേഹിയായിരുന്നു ജയപ്രകാശ് നാരായണൻ. ആ ജയപ്രകാശ് നാരായണന്റെ പേരിലുള്ള കലാ സാംസ്കാരിക വേദിയും വായനശാലയുമാണ് ഇന്ന് 35ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നു. നിങ്ങളത് അനുസരിക്കണം, മനുഷ്യരാവണം. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം വളർത്തുക, പുറത്തുള്ള വെളിച്ചമല്ല, ഉള്ളിലുള്ള വെളിച്ചം വളർത്തുക. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ നിങ്ങളായി മുന്നോട്ട് പോവുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച AP സ്മാരക കലാ സാംസ്കാരിക വേദി വായനശാല ഗ്രന്ഥാലയത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് അവരോട് നന്ദി പറയുന്നുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? 3 മണിക്ക് നമ്മൾ തുടങ്ങിയ പരിപാടി അല്ലേ, 3:30 3:30 തുടങ്ങിയ പരിപാടിക്ക് സാധാരണ ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, ഇല്ലുമിനാട്ടികൾ, സാധാരണ ഏത് സ്കൂൾ പോയാലും ഒരു മണിക്കൂർ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും മഹാവത്തേക്കും വെറും വർത്താനം കഴിയും. എന്നാൽ മറ്റൊരിടത്തും കാണാത്ത അച്ചടക്കത്തിൽ നിങ്ങൾ ഇന്ന് കേട്ടതിന് നിങ്ങളോട് പ്രത്യേകിച്ച്